പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിറവാമേ നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അലിവിൻ്റെ അലയാഴിയാകും വിമലാംബികേ നിൻ ഹൃദയം. അഗതികളാം മക്കൾക്കെന്നും സന്നിധി അഭയം. നിന്റെ നിറവാമേ നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യ കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, അപകടക്കടലായി ലോകത്തിൽ സഞ്ചരിക്കുന്ന നിർഭാഗ്യവരായ മനുഷ്യരെ നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രമായ പരിശുദ്ധ അമ്മയിൽ കണ്ണുവെച്ച് നിങ്ങളുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക. മാതാവ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. വിശുദ്ധ ബെർണാഡിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ വണക്കമാസ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഓർമ്മിക്കപ്പെടുന്നതും വിശുദ്ധ ബെർണാഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശുദ്ധ അമ്മയുടെ തിരുവചനങ്ങളും അനുഭവങ്ങളുമൊക്കെയാണ്. ഇന്ന് ഈ വണക്കമാസത്തിൻ്റെ 4-ാമത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ നാമത്തിനെ കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ഇന്നത്തെ ഈ വായനയിലും എല്ലാം മുഴുവനായിട്ടും ഉള്ളത്. സമുദ്രതാരമേ എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു നാമമുണ്ട്. മാതാവിൻ്റെ മരിയം അല്ലെങ്കിൽ മറിയം എന്നുള്ള വാക്കിന് നാഥയെന്നും രാജ്ഞിയെന്നും ഒരു വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങളുണ്ട്. അത് വണക്കപ്പെടേണ്ട ഒരു നാമമായിട്ട് സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് സഭയിൽ നഷ്ടപ്പെട്ടു പോയ ദ മോസ്റ്റ് ഹോളി നെയിം ഓഫ് മേരി എന്നൊരു തിരുനാൾ സഭയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത? ഒരു നാമം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെയും ഒരു ജീവിതത്തിൻ്റെ ഒരു ആകെ തുകയാണ്. ദ കണ്ടൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റിയാണ് ഒരാളുടെ പേര് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയും എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം
യേശുനാമത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാ മുട്ടും മടങ്ങുന്ന ഏറ്റവും വലിയ നാമം യേശുവിൻ്റെ നാമമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നാമത്തിൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ആ ശക്തി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ നീ സുഖപ്പെടട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ ഈ ശക്തി ഉണ്ടാവുന്നത് ആ നെയിമിൻ്റെ അകത്തുള്ള കണ്ടൻ്റാണ്. ആ ഒരു കർത്താവിൻ്റെ നാമത്തിൻ്റെ അകത്തുള്ള ആ ഒരു വ്യക്തിയെ മുഴുവനായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു അന്തസ്സത്തെ എന്ന് പറയണത് പോലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിനും ഇതുപോലെ സ്വർഗീയ പിതാവ് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് സഭ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പരിശുദ്ധ അമ്മയുടെ പേരിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിന് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ രാജ്ഞിത്വ തിരുനാളുമൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ യേശുനാമത്തോട് തുല്യപ്പെട്ട് നിൽക്കുവാനായിട്ട് മനുഷ്യരാശിക്ക് നൽകപ്പെട്ടിട്ടുള്ള അമ്മയുടെ ഈ നാമത്തിൻ്റെ മഹത്വം, വണക്കം ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് സഭ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വണക്കമാസം. ഈ ഒരു വണക്കമാസ കാലയളവിൽ നമ്മൾ മാതാവിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഇരിക്കുന്ന വ്യക്തികൾ, ഈ ഒരു വണക്കമാസത്തിൽ പങ്കെടുക്കുന്ന നല്ലൊരു ശതമാനം പേരും പരിശുദ്ധ അമ്മയുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരാണ്, അല്ലെങ്കിൽ ആഗ്രഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത് സാധിച്ചവരാണ്. അപ്പം ഈ ഒരു ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെയും മധ്യസ്ഥ സഹായത്തിൻ്റെയും ശക്തി എന്താണെന്ന് അനുഭവമുള്ളവരുമാണ്. ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ കൃപാസനം മാതാവെന്നും എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നു, എൻ്റെ പരിശുദ്ധ അമ്മയെ ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വിളിച്ച്. അപ്പോൾ ഈ അമ്മ എന്ന ഈ നാമം വിളിക്കുമ്പോൾ ദൈവം അത് ഓണർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കർത്താവ് തന്നെയാണ് ഈ കുരിശിൻ്റെ മുകളിലെ ഏറ്റവും അത്യുംഗ ശൃംഗത്തിലും ഈ അമ്മയെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് ഇനി ആ ശിഷ്യൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്ന ലോകത്തിന് മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് അമ്മയെ നൽകിയിട്ട് വലിയൊരു സഹായിയായിട്ട് നൽകിയിട്ടാണ് കർത്താവ് പോകുന്നതും. ആ സഹായത്തിൻ്റെ ഏറ്റവും പ്രകടനമായിട്ടുള്ളതാണ് ഈ പ്രത്യക്ഷീകരണങ്ങളെന്ന് പറയുന്നത്. അമ്മ ഈ ലോകത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ തൽപരയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഒരു മാതൃത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം അമ്മയ്ക്കുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് പ്രത്യക്ഷീകരണങ്ങൾ. അത് ഈ അൾത്താരയിൽ സംഭവിച്ച പ്രത്യക്ഷീകരണമായാലും ലൂർദിലും ഫാത്തിമയിലും അങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ സംഭവിച്ച പ്രത്യക്ഷീകരണങ്ങളെല്ലാം കാണിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ സ്വർഗീയ പിതാവ് അമ്മയെ ഇതിൽ നിയോഗിച്ചിട്ടുണ്ട്. അമ്മ സഞ്ചാരി മാതാവാണെന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട വൻകരകൾ എടുത്ത് നോക്കി നമ്മൾ എവിടെ ചെന്നാലും മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണ സ്ഥലം, ഇപ്പോൾ അയർലൻഡിലാണെങ്കിൽ നോക്കെന്നും, അല്ലെങ്കിൽ പോർച്ചുഗലിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും എവിടെ ചെല്ലുമ്പോഴും, അപ്പോൾ ഇവിടെ ഇന്ത്യയിലാണെങ്കിലും വേളാങ്കണ്ണി ദേവാലയം, അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ലോജിക്കാണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തി അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ സഞ്ചാരി മാതാവ് എന്ന് പറയുന്ന മാതാവിന് നൽകപ്പെട്ടിട്ടുള്ള ഈ ഒരു അധികാരം, ഈ ഒരു പ്രത്യേകമായിട്ട് മനുഷ്യരാശിയിൽ ഇടപെടുവാനായിട്ടുള്ള ഈ ഒരു അഭിഷേകം, അധികാരം മാതാവിന് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമുക്ക് സംഭവിക്കുമ്പോൾ ആ നാമത്തെ ദൈവപിതാവ് ഓണർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ വണക്കമാസ പ്രാർത്ഥന നമ്മൾ കേൾക്കുമ്പോഴും ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു നാമത്തിൻ്റെ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ആ നാമം, ദൈവമാതാവ് എന്നുള്ള വലിയൊരു സ്ഥാനം, ഈ സ്ഥാനവുമെല്ലാം ആ നാമത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ എൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അതിൽ ആ പരിശുദ്ധ അമ്മയുടെ പേരും ചെയ്ത രക്ഷാകര ചരിത്രത്തിലുള്ള അമ്മയുടെ റോളും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു സ്ഥാനപ്പേരെന്നൊക്കെ പറയുമ്പോൾ ഒരു മാനുഷിക യുക്തിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ ആ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു കളക്ടർ എന്ന് പറയുമ്പോൾ ആ നാമത്തിനുള്ളിൽ എന്താ ഒരുപാട് പവർ ഉണ്ട്. ഒരു കളക്ടർ വന്നു, ഒരു പ്രശ്നമേഖലയിൽ കളക്ടർ വന്നു, അല്ലെങ്കിൽ പട്ടാളം ഇറങ്ങി എന്ന് പറയുമ്പോൾ ആ വ്യക്തികൾ, അപ്പം നമ്മുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളാണ്. ഒരു പട്ടാളം, ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ പട്ടാളം ഇറങ്ങി, അല്ലെങ്കിൽ കളക്ടർ വന്നു, അല്ലെങ്കിൽ പോലീസുകാർ വന്നു, അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ വരും. ആ നാമത്തെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നാമത്തിൻ്റെ പിന്നിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട രക്ഷാകര രഹസ്യങ്ങൾ ഓർമ്മ വരുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, വണക്കത്തിന് വേണ്ടി നമ്മൾ ഈ ഒരു മാസക്കാലഘട്ടം മുഴുവൻ
ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പം അമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഈ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ശുദ്ധീകരണ സ്ഥലത്തെ ഓർമ്മകളൊക്കെയാണ് ഓരോ പ്രത്യക്ഷീകരണത്തിലും നമ്മൾ പറയുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ അമ്മ ചെയ്യുന്നതും ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നടക്കുമ്പോൾ മാതാവ് ഒരിക്കലും കർത്താവിനേക്കാളും മുകളിലേക്ക് പോകുക എന്നുള്ളതല്ല, അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും കരം പിടിച്ച് കർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളത്. ആ ദൗത്യത്തിൽ തീക്ഷ്ണമതിയായിട്ട് അമ്മ നിലനിൽക്കുന്നുണ്ട്. അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. മാതാവിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് മാതാവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കർത്താവ് മാതാവിനെ സ്നേഹിച്ചത്ര ഒരിക്കലും നമുക്ക് മാതാവിനെ സ്നേഹിക്കാൻ പറ്റുകയില്ല. മാതാവ് ഈശോയെ സ്നേഹിച്ചത്ര ഒരിക്കലും നമുക്ക് ഈശോയെ സ്നേഹിക്കാനും പറ്റില്ല. അപ്പം മാതാവിനോടുള്ള ഭക്തിയും വണക്കവും ഒരിക്കലും നമുക്കൊരു വിശ്വാസ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകത്തില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തിലേക്കും ഈ ലോക ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വലിയൊരു സാന്നിധ്യമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കും. ഇനി വണക്കമാസത്തിൽ ഈ ജപമാല സമർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം അമ്മയുടെ ഈ വലിയ നാമത്തിൻ്റെ ശക്തി, ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് ഈ ലോകത്തിന് മുൻപിൽ, ഈ ലോകത്തിൻ്റെ യാത്രയിൽ ഒരു നക്ഷത്രം പോലെ വഴി കാട്ടുവാനായിട്ട് മാതാവിനെ ദൈവപിതാവ് നമുക്ക് നൽകിയതാണ്. അത് ഈശോ ശിഷ്യനെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രകടനമാകുന്നു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മാതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം ഞാൻ സീരിയസ് ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഇന്ന് ഈ അൾത്താരയിലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികൾ നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രത്യക്ഷീകരണം തന്നെയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം പോലെ എത്രയോ പേരാണ് ക്രിസ്തുവിലേക്ക് അടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നാമവും ഈ ഒരു സാന്നിധ്യവും നമുക്ക് നൽകിയത് സ്വർഗീയ പിതാവാണ്. സ്വർഗീയ പിതാവിനോടും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തോടും ഒപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ നാമത്തോടും നമുക്കെപ്പോഴും വണക്കമുള്ളവരാകാം, പ്രാർത്ഥനയുള്ളവരാകാം. അമ്മ നമ്മുടെ ജീവിതത്തിൽ സാന്നിധ്യം അറിയിക്കുവാൻ ഈ ഉടമ്പടിയുടെ ജീവിതയാത്രയും ഈ വണക്കമാസത്തിൻ്റെ പ്രാർത്ഥനകളും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിശ്ചീമ പ്രതാപനായ അങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവ ശരണം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളിലും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒന്നാം ദൈവരഹസ്യം. പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ച് ഈശോമിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ഒന്നാം ദിവ്യരഹസ്യത്തിൽ നമുക്ക് ഈ താഴെ പറയുന്ന നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കൃപാവര മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. അജനൽ കരുവാറ്റ മാർത്തോമ പള്ളിയുടെ അടുത്തുള്ള സ്ഥലം നല്ല വിലയിൽ വിൽക്കാൻ കഴിയണമേ. മാങ്കുഴിപ്പള്ളിയുടെ അടുത്തുള്ള സ്ഥലത്തിൻ്റെ തടസ്സങ്ങൾ മാറി ഒരു വീട് വയ്ക്കാൻ സഹായിക്കണമേ. അപ്പുവേട്ടൻ്റെ അലസത എല്ലാം മാറ്റി പഠിക്കുവാൻ കഴിയണമേ. റോഷ്ന തമ്പി ചിങ്ങവനം, ജോലിയിൽ പുരോഗതി ഉണ്ടാകാൻ, മാതാപിതാക്കൾക്ക് ആയിരാരോഗ്യങ്ങൾ ഉണ്ടാകാൻ, പുതിയൊരു വീട് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ദീപ് എസ് തിരുവനന്തപുരം, അർജിനീഷ് രോഗാവസ്ഥയിൽ നിന്നുള്ള വിടുതൽ, മനു ബിസിനസ് സംബന്ധമായ വളർച്ചയ്ക്ക് വേണ്ടി, സന്ദീപ് കടബാധ്യതയിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെൻസി യേശുദാസ് തൈപ്പറമ്പിൽ വൈപ്പിൻ, ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും ധ്യാനം കൂടുവാനുമുള്ള സൗകര്യം ലഭിക്കണമേ. 3 വർഷമായി തടസ്സമായ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ മക്കളെയും അമ്മയെയും കൃപാസന മാതാവിൻ്റെ മേലങ്കയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ. അനീഷ ടി ജോസ്, എൻ്റെ ഹസ്ബൻഡ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭോപ്പാലിൽ നിന്ന് തിരിച്ചു വരുന്നതിനും ജോലി ശരിയാകുന്നതിനും വേണ്ടി, ഉണ്ണിയുടെ വിവാഹം നടക്കുന്നതിന്, കുടുംബജീവിതം നല്ല രീതിയിൽ പോകുന്നതിന്, കടങ്ങൾ മാറുന്നതിനും വേണ്ടി. ചാക്കോച്ചൻ പനഞ്ചിമറ്റത്തിൽ പൊൻകുന്നം, മക്കളുടെ കല്യാണം നടക്കാൻ, ആനി ജോർജിൻ്റെ അലർജി മാറാൻ, കുടുംബത്തിൽ ഐശ്വര്യം കിട്ടുവാൻ. ആലീസ് തോമസ്, മരിയ ഭവനം കായംകുളം, എൻ്റെ കുടുംബത്തെ വിശുദ്ധിയിൽ അനുഗ്രഹിക്കണം. 5-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാം ഉന്നത വിജയം, എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുന്നതിന്. ത്രേസ്യാമ അലുങ്കൽത്തറ വെട്ടയ്ക്കൽ, കുടുംബ സമാധാനം, കുടുംബ കടബാധ്യത, രോഗസൗഖ്യം, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഷാലി പി തോമസ്, OET ആദ്യം തന്നെ പാസ്സാകാൻ, വിദേശത്തൊരു ജോലി, ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന്, മകന് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന്, കടം മാറുന്നതിന്. ആതിര സുഭാഷ്, ചക്കാല കിഴക്കേതിൽ നൂറനാട്, സ്ഥാപനത്തിൻ്റെ കച്ചവട പുരോഗതിക്ക് വേണ്ടി, ഗർഭസ്ഥാവസ്ഥയിലുള്ള എൻ്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി ഒരു പെൺകുഞ്ഞിന് നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. സഞ്ജീന സുരാജ്, മെയ് 5-ന് നടക്കുന്ന നീറ്റ് എക്സാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ കിട്ടുവാനുള്ള മാർക്ക് സ്കോർ ചെയ്തെടുക്കുവാൻ സാധിക്കണമേ. അലോന, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് ലിസൺ സ്ഥലം കൊടുക്കുവാൻ. മിനി രാജു ആലുവ, കടബാധ്യത, കുടുംബസമാധാനം, ജീവിത കാലം മുഴുവൻ ഉടമ്പടിയിൽ നിലനിൽക്കാൻ വേണ്ടി. റോയി MP ആലുവ, രോഗസൗഖ്യം,
ലഭിക്കാൻ. എബിൻ റോയി ആലുവ സിവിൽ പരീക്ഷ ഉന്നത വിജയം നേടാൻ. ഡോട്ടി ഓസ്ട്രേലിയ ശത്രുക്കൾ മക്കളുടെ പഠനവും വിവാഹവും മകളുടെ വിവാഹം പങ്കാളിക്ക് സൗഖ്യം ലഭിക്കാൻ. സാലി ഓസ്ട്രേലിയ പങ്കാളിയുടെ ദുശീലങ്ങൾ മാറ്റിക്കിട്ടണം, മകളുടെ വിവാഹം നടക്കണം. ഷിജി മൂന്നാർ പങ്കാളിക്ക് രോഗാവസ്ഥ, ചേച്ചിയുടെ സ്ഥലം വിൽപ്പന, മകളെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നു. പ്രവീണ കൈനടി എൻ്റെ രോഗാവസ്ഥയ്ക്ക് സൗഖ്യം, കടബാധ്യത തീരണം. ഫെബി പനക്കൽ സെത്തി രണ്ടാമത്തെ കുഞ്ഞ് കേറ്റിൻ്റെ ബാപ്റ്റിസം മെയ് 19. ലത ബേബി ഗുജറാത്ത് മക്കളുടെ എക്സാം, മോൾക്ക് UK ജോലി, നാട്ടിലെ സ്ഥലം വിൽപ്പന. പ്രീതി രാജ് ഗുജറാത്ത് മോൾ കൈനയുടെ ഓസ്ട്രേലിയയിലെ BSc നഴ്സിംഗ് പഠനം വിജയപ്രദമാകുവാൻ, കടബാധ്യത മാറുവാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ഏലീശോ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിക്കാം.
പുഷ്പമ്മ കുമാരി കന്യാകുമാരി. എൻ്റെ ടൈലറിംഗ് യൂണിറ്റിൽ സ്ഥിരമായ തയ്യൽ ലഭിക്കുവാൻ വേണ്ടി, യൂണിറ്റിൽ നിന്നും ബ്രഷ് റിമൂവ് ചെയ്തവർക്ക് നൽകുന്ന ബ്രായ്ക്ക് ചിലവുണ്ടാകുന്നതിന് വേണ്ടിയും, ജിതിൻ ജോയി വിവാഹം നടക്കാൻ, ജോലി ലഭിക്കാൻ, സ്ഥലം വിറ്റുപോകാൻ. ബിനു ജോസഫ് കൃപാസന മാതാവിൻ്റെ പ്രതിഷ്ഠീകരണം തിരുസഭ എത്രയും പെട്ടെന്ന് സ്ഥിരീകരിക്കുവാൻ. ഈ വർഷത്തെ ജപമാല റാലിക്ക് പൂർണ്ണ സൗഖ്യത്തോട് കുടുംബസമേതം പങ്കെടുക്കുവാൻ പറ്റുവാൻ. രാജീവിനെയും കുടുംബത്തെയും സൗഖ്യം കൊടുത്ത് പ്രതീക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റുവാൻ. എഡ്വിൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയാൻ. മക്കളുടെ പഠനം അമ്മ ഏറ്റെടുത്ത് നടത്തുവാൻ. ആൻലിൻ ജോസഫിന് വിദേശത്ത് നേഴ്സായിട്ട് ജോലി ലഭിക്കാൻ. ജെയിംസ് സജി പുറ്റുംപുറത്ത് പത്തനംതിട്ട. മന്ന മരിയ സജി എന്ന മകളുടെ ഡൗൺ സിൻഡ്രം ബുദ്ധിമാന്ദ്യം എന്ന അവസ്ഥ പൂർണ്ണമായി മാറ്റി കിട്ടുവാൻ. മകന് നല്ല ശമ്പളത്തിൽ ഒരു ജോലി കിട്ടുവാൻ. അനിയൻ്റെ ഭവനം ഞങ്ങൾക്ക് വാങ്ങിത്തരുവാൻ. ജെയിംസ് സജി പത്തനംതിട്ട. മകൾക്ക് വിവാഹം, വിദ്യാഭ്യാസം, ജോലി തരുവാൻ. ജെയ്സ സജിയുടെ ഷുഗർ, മുടി പൊഴിച്ചിൽ, കൈവേദന, ദേഹത്ത് കടുപ്പ് എല്ലാം മാറ്റിക്കിട്ടുവാനും. ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ. അജൂസ് അന്നമ്മ ഇവർക്ക് നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുവാൻ. ജെയിംസ് സജി പത്തനംതിട്ട. ഇടവകപ്പള്ളി പെരുന്നാളിൽ ഭക്ഷണം ഭർത്താവ് കൊടുക്കുമ്പോൾ ഒരു കുറവുമുണ്ടാകാതെ നടത്തി തരുവാൻ. ഭർത്താവിന് ജോലി കിട്ടുവാൻ. ശത്രുക്കൾ ഉണ്ടാവാതിരിക്കുവാൻ. കടബാധ്യത പൂർണ്ണമായി മാറ്റിത്തരുവാൻ. ജെയിംസ് സജിയുടെ അപ്പച്ചന് എത്രയും പെട്ടെന്ന് പൈസ അയച്ചു തരുവാനും. ബീന മകൻ്റെ മദ്യപാനം മാറുവാൻ. കടം മാറുന്നതിനും ആധാരം തിരിച്ചു കിട്ടുവാനും. മോൻ്റെ വിവാഹ തടസ്സം മാറുവാനും ജോലി ലഭിക്കുവാനും. ജീമോൾ ജോയി കൊല്ലിയേലിൽ പെരുമ്പാവൂർ. ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഭൂമി ലഭിക്കുവാൻ. മകൻ്റെ ബ്ലഡിലെ അലർജിയും 1 GB നോർമലാകാൻ. കുടുംബത്തിലെല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ലഭിക്കാൻ. തോമസ് മാത്യുവിൻ്റെ കുടുംബത്തിൽ സൗഖ്യവും സംരക്ഷണവും ഉണ്ടാവാൻ. നല്ല ഒരു ഭവനം കിട്ടുവാൻ. ടിൻഡു ജോസഫ് മുംബൈ. ഭർത്താവിന് ജോലി ലഭിക്കാൻ. മക്കളുടെ പഠനം നന്നാകുവാൻ. അനിയത്തിക്ക് ഒരു ജോലി ലഭിക്കുവാൻ. എവ്ലിൻ മരിയ ഇച്ചിപ്പിള്ളിൽ നിലമ്പൂർ. 2024 മെയ് 5 നടക്കുന്ന നീറ്റ് എക്സാമിന് 600 മാർക്കിന് മുകളിൽ കൊടുത്ത് അമ്മ ഗവൺമെൻറ്റിൽ MBBS അഡ്മിഷൻ വാങ്ങി കൊടുക്കുവാൻ. അന്നമ്മ ഫാത്തിമ വെളി മായിത്തറ. മക്കൾ വിശ്വാസത്തിൽ വളരുവാൻ. കണ്ണിൻ്റെ അസുഖം മാറി വിവാഹം നടക്കാൻ. അമലിൻ്റെ പഠനം, ജോലി തടസ്സം മാറുവാൻ. ഡോളി ബെന്നി ചക്കാലക്കൽ ഹൗസ് അങ്കമാലി. സ്ഥലം വിൽപ്പന നടക്കുവാൻ. കടബാധ്യത മാറുവാൻ. ബെന്നി മകൻ്റെ യൂറിനറിയിൽ ഇൻഫെക്ഷൻ ഉള്ള വേദനയും നിർവീക്കവും സർജറി ഒഴിവാക്കി കിട്ടുവാൻ വേണ്ടി. മക്കൾ +1 +2 പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുവാൻ വേണ്ടി. നിജോ ആൻ്റണി തുരുത്തിപ്പുറം. IELTS എക്സാം പാസ്സാകുവാൻ. മെയ് 4-നും മെയ് 27-നുമുള്ള നടത്തുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടെ പാസ്സാകുവാൻ. ആൻ്റണി ആരശ്ശേരി തുമ്പോളി. ഇല്ലായ്മകളെല്ലാം പരിഹരിക്കുവാൻ. മകന് അമലിന് നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നൽകുവാൻ. സഹോദരനായ രജിക്ക് പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും കിട്ടുവാൻ. ഭവനത്തിൽ ദൈവസ്നേഹവും അമ്മയുടെ സംരക്ഷണം ഉണ്ടാകാൻ. ജോസഫ് ഇടമുക്കിൽ പെള്ളേത്തയ്യിൽ. അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. കുടുംബത്തിൽ നിത്യജീവനിൽ ലക്ഷ്യമാക്കി ജീവിക്കാൻ സഹായിക്കുവാൻ. ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ സാധിച്ചു തരുവാൻ. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ. എലിസബത്ത് ബെഞ്ചമിൻ USA. കുടുംബത്തെ മുഴുവൻ ഈശോയുടെ സ്നേഹത്താൽ നിറയ്ക്കുവാൻ. കൊച്ചുമക്കൾക്ക് നല്ല ഭാവിയും ജീവിതവും നൽകുവാൻ. അവർ ഈശോയെ അറിഞ്ഞ് ജീവിക്കുവാൻ. മെയ് 14-ന് ആരംഭിക്കുന്ന തിരുവചന വായന ശുശ്രൂഷയിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പങ്കെടുക്കുവാൻ. ജോസൂട്ടി. മകൻ ജോർജിൻ്റെ മനപ്രയാസം മാറ്റി അവന്
ഒരു കുഞ്ഞിനെ നൽകുവാൻ. ആതിര, അമ്മയ്ക്ക് ഓപ്പറേഷനില്ലാതെ ഹാർട്ടിൻ്റെ പ്രശ്നം മാറുവാൻ, ആരോഗ്യം നൽകുവാൻ, നഴ്സിംഗ് പരീക്ഷയിൽ എല്ലാ വിഷയവും പാസ്സാകുവാൻ, സഹോദരന് ജോലി ലഭിക്കുവാൻ, സഹോദരൻ്റെ കടഭാരം ഇല്ലാതാകുവാൻ. ഫബിയാന, കൊല്ലം, മകൾ ആൻപിയോ വെനിസ്തീന, നാളെ എഴുതുന്ന നീറ്റ് പരീക്ഷയുടെ എൻട്രൻസ് എക്സാം റാങ്ക് ലഭിക്കുവാൻ. പങ്കാളി അരുണന് ആരോഗ്യം, തൊഴിലും അഭിവൃദ്ധിയും ലഭിക്കുവാൻ. സണ്ണി പീറ്റർ, മുട്ടുചിറ, കുടുംബത്തിനും മക്കൾക്കും ഹൃദ്രോഗത്തിനും സൗഖ്യവും അനുഗ്രഹവും സംരക്ഷണവും കിട്ടുവാൻ. ജന്മദിനം ആഘോഷിക്കുന്ന അമ്മയുടെയും ആഘോഷിക്കുന്ന മകന് ഈശോയുടെ അനുഗ്രഹം കിട്ടുവാൻ. ആനി എസ് രാജു, നീറ്റ് എക്സാം നല്ല മാർക്ക് ലഭിക്കാനും ഉന്നത വിജയത്തിനും വേണ്ടിയും എല്ലാ നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും വേണ്ടിയും വീട്ടിലുള്ള എല്ലാവർക്കും ഒരാപത്തും വരാതെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ. സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈ മൂന്നാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ ഈ താഴെ പറയുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം.
ജോബ് പി ജോൺ പാല. മകന് മാനസികവും ശാരീരികവുമായ സൗഖ്യം കിട്ടി നഴ്സിംഗ് പാസ്സാകാൻ. മകൾക്ക് OET പാസ്സാകാൻ. മകനും മകളും ഐക്യത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി. ആനി മരിയ തോമസ്, പുറന്തടയിൽ മാവേലിക്കര. എൻ്റെ മെയ് 4 നടക്കുന്ന OET എക്സാം എല്ലാ മോഡ്യൂൾസും ലഭിക്കാൻ. 2 B ഗ്രേഡ് നൽകി അനുഗ്രഹിക്കണമേ. 6-ാം തീയതിയിലെ അറ്റംപ്റ്റ്, 6-ാം പ്രാവശ്യത്തെ അറ്റംപ്റ്റാണിത്. ജോസ്മി ജെറിൻ കടപ്ലാക്കൽ. വിസയ്ക്ക് കൊടുത്ത നഷ്ടമായ പൈസ അലക്സിന് തിരികെ കിട്ടണമേ. എനിക്ക് പിറന്നാൾ ദിനത്തിൽ അമ്മയെ കാണണം. ഡിസംബർ 25 ഞങ്ങൾക്കൊരു ഭവനം സ്വന്തമായി ലഭിക്കണം. ആൻ്റണി UA റിച്ചു IELTS പാസ്സാകാൻ. ഞങ്ങളുടെ കടബാധ്യത തീർന്നു കിട്ടാൻ. മക്കൾക്ക് നല്ല കുടുംബജീവിതം ലഭിക്കാൻ. റെജി മോൻ ജോസഫ്, പാലത്തറ വെളിയിൽ. മെയ് 5-ാം തീയതിയിലെ എൻ്റെ മകളുടെ നീറ്റ് എക്സാം പാസ്സാകുവാൻ. എൻ്റെ ജോലി സ്ഥിരപ്പെടുവാൻ. സാമ്പത്തിക ബാധ്യത മാറുവാൻ. ജോസഫ് കൊച്ചു ദേവസ്യ, വിവാഹം കഴിഞ്ഞ് 9 വർഷമായി കുട്ടികളില്ല. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന്, അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന്, ജീവിത വിശുദ്ധീകരണത്തിന്. മരിയ തോമസ് കോട്ടത്തറ, കോട്ടയം. നിരുപമയുടെ പഠനം തുടർന്നു പോകുവാൻ. പൊന്നുവിൻ്റെ നീറ്റ് പരീക്ഷ സുഗമമായി തീരുവാൻ. വീട്ടിൽ സമാധാന സ്നേഹവും ഉണ്ടാകാൻ. രാജി മനോജ് കൊച്ചുപറമ്പിൽ, ചേർത്തല. നല്ല ഒരു ജോലി തന്ന് അനുഗ്രഹിക്കാൻ. സാമ്പത്തിക കടബാധ്യതകൾ തീരുവാൻ. ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാൻ. രശ്മി അറയ്ക്കൽ, തൃശ്ശൂർ. കുടുംബജീവിതത്തിൽ സമാധാനം. ഭർത്താവും വീട്ടുകാരുമായി സഹകരിച്ച് ജീവിക്കാൻ. അപ്സര മോളുടെ മൊബൈൽ അഡിക്ഷൻ മാറുന്നതിന്, നന്നായി പഠിച്ച് ഉന്നത വിജയം ലഭിക്കുന്നതിന്. ജോലി സംബന്ധമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറുവാൻ. രാകേഷ് അറയ്ക്ക, തൃശ്ശൂർ. സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ. ഏപ്രിൽ 2024 മുതൽ ശമ്പളം കൂടുതൽ ലഭിക്കുന്നതിന്. കുടുംബ സമാധാനത്തിന്, കടബാധ്യതകൾ തീരുന്നതിന്. ഷിജി മാത്യു, തേലപ്പള്ളിയിൽ. 5-ാം തീയതിയിലെ നീറ്റ് പരീക്ഷ വിജയം. മോൾക്ക് ടിൻവിൻ്റെ നീറ്റ് എക്സാമിന് ഉയർന്ന മാർക്കോട് ലഭിക്കുവാൻ. കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ. ടെൻഷനൊന്നുമില്ലാതെ എക്സാം എഴുതുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി ബാബു, കരിമുളത്തിൽ. ജിബിനും വികയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകാൻ. ജോൺ ബാബുവിന് PR കിട്ടാൻ. ഹിമ വർഗീസ്, ഇടവൻകാട്. ഹിമയ്ക്ക് നീറ്റ് എക്സാം ഉന്നത വിജയം ലഭിക്കാൻ. ഹിമയ്ക്ക് വിദേശത്ത് പോകുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ. എൻ്റെ വെള്ളപ്പാണ്ട് സൗഖ്യപ്പെടുന്നതിന്. ഷാലറ്റ് ടോമി, ഇഴമറ്റത്തിൽ, ഇടുക്കി. സിറ്റിയിലെ സ്ഥലം വിൽക്കാൻ. ടോണിക്ക് വിദേശത്ത് പോകാൻ. ഭർത്താവിൻ്റെ അടുത്ത് ജോസ്മിക്ക് ജോലി ലഭിക്കാൻ. സാനിയ സനോജ്, പുളിമൂട്ടിൽ. അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിന് 67% എബോവ് നേടണം. +2 ബോർഡ് എക്സാം ആൻഡ് എൻട്രൻസ് കോച്ചിങ് നന്നായി പഠിച്ചു പോകുവാൻ സാധിക്കണം. ജോസഫ് ജോൺ, പുല്ലുരുത്തി, പൂവള്ളി. കൊച്ചുമോളുടെ യാത്ര തടസ്സമില്ലാതെ നടക്കണം. കുടുംബ സമാധാനം. മക്കൾ തമ്മിൽ ഒന്നിച്ചുകൂടാൻ. ദീപക് പനിയിൽ, ലണ്ടൻ. അസുഖം മാറുവാൻ. വീടിൻ്റെ വെഞ്ചരിപ്പ് ഭംഗിയായി നടക്കാൻ. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ. ജനറ്റ് ദീപക്, ലണ്ടൻ. ജോലി ലഭിക്കാൻ. രോഗം മാറുവാൻ. വീടിൻ്റെ വെഞ്ചരിപ്പ് നടക്കാൻ. അലീന തോമസ്, കുറുവേലിയിൽ, ചേർത്തല. നീറ്റിൽ ഉന്നത വിജയം നേടി MBBSന് 2024 ഗവൺമെൻറ് കോളേജ് അഡ്മിഷൻ ലഭിക്കാൻ. സോമി ഷെജി, സ്ഥലം വിൽപ്പന നടക്കാൻ. മരിയയ്ക്ക് സ്ഥിരജോലി ലഭിക്കുന്നതിന്. പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന്. കടബാധ്യത പൂർണ്ണമായി മാറുന്നതിന്. സാനിയ നിക്സൺ, തൃപ്പൂണിത്തറ.
ഏപ്രിൽ 30 എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാക്കി തരണേ. സെപ്റ്റംബർ 24 മുൻപ് മെഡിക്കൽ പാസ്സായി ജർമ്മനിയിൽ പോകാൻ സാധിക്കണം. എൻ്റെ എല്ലാ തടസ്സങ്ങളും മാറാൻ പ്രാർത്ഥിക്കുന്നു. ധന്യ ജോസഫ്, റോസ്വില്ല, പെരുമ്പാവൂർ. റോയൽ മോന് ഫ്രാൻസിൽ നല്ല കോളേജ് അഡ്മിഷൻ കിട്ടാൻ, ഡിസോൺ മോന് +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിക്കാൻ, നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഉയർന്ന റാങ്ക് ലഭിക്കാൻ. ആഷ്ലി റോബി, ഓട്ടോക്കാരൻ, എറണാകുളം. 3 വർഷത്തിനുള്ളിൽ PhD കിട്ടുന്നതിന്, ആഴമായ ദൈവസ്നേഹവും ദൈവഭയവും ലഭിക്കുന്നതിന്, വിശുദ്ധിയും വിശ്വസ്തതയും അനുസരണയും എളിമയും ഉണ്ടാകുന്നതിന്. മൂന്നാം ദൈവരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം,
പരിശുദ്ധ ദൈവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോമിശിഹായ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശെമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ധ്യാനിക്കാം. സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. 4-ാം രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രത്യേകം അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. റെജി സേവ്യർ മെട്രോപാലിറ്റിൽ ഡെറക്കിൻ്റെ വിശ്വാസവും അനുസരണയും ഉണ്ടാവാൻ, ഷൈനിൻ്റെ ശരീരവും മാനസികവുമായ ആവശ്യത്തിനും ആരോഗ്യം കിട്ടുവാൻ, ഡോണയുടെ വിവാഹം നടക്കുവാൻ, ബിന്നി ആൻ്റണി കണക്കശ്ശേരി ഓച്ചന്തുരുത്ത് ചേച്ചിയുടെ ഭവനത്തിൻ്റെ പണി തീരുവാൻ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കുവാൻ, കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടുവാൻ, സൂസി റെജി ഫരീദാബാദ് റിയക്ക് നല്ല ഒരു ജോലി ലഭിക്കാൻ, നല്ല ഒരു കുടുംബ ജീവിതം ഉണ്ടാകുവാൻ, നാട്ടിൽ അനുഗ്രഹകരമായ ഒരു ഭവനം ഉണ്ടാകാൻ, സിവി ഹൈജീൻ മൂശാരി കുന്നേൽ ലണ്ടൻ, അഭിഷേകിന് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുവാൻ, ആകാശിന് ഓട്ടിസത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നല്ല ഭാവിയും ഉണ്ടാകുവാൻ, സിവി ഹൈജിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖം മാറുന്നതിനു വേണ്ടി, മെയ് 21-ാം തീയതി നടക്കുന്ന എക്കോ കാർഡിയോഗ്രാം നോർമലാകുന്നതിന് വേണ്ടിയും, സീമ നിവാസ് ചേർത്തല പൂജയുടെ 5/5/2024 നീറ്റ് എക്സാം നല്ലതാക്കി തരണം വരുവാനായിട്ട്, അമ്മയുടെ സാന്നിധ്യം എക്സാമിൽ ഉണ്ടാകുവാനും, KGJയുടെ MBBS സെലക്ഷൻ കിട്ടുവാൻ ഇടയാക്കുവാൻ, പൂജ കൈലാസം കരുനാഗപ്പള്ളി 5/5/2024 മീറ്റ് എക്സാമിന് ആൻസറെല്ലാം അമ്മ വന്ന് പറഞ്ഞു കൊടുക്കുവാൻ, 650 മാർക്ക് കിട്ടാനും അനുവദിക്കുവാൻ, കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനും, പ്രമീള പ്രദീപ് ആലപ്പുഴ മെയ് 5-ാം തീയതി നീറ്റ് എക്സാം എഴുതുന്ന എൻ്റെ മോന് പ്രവീൺ പ്രദീപിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനും നല്ല മാർക്ക് നൽകി അനുഗ്രഹിക്കുവാനും, MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രണവിന് എല്ലാ വിഷയങ്ങൾക്കും ഉന്നത വിജയം കിട്ടുവാനും, ജപ്തിയിലിരിക്കുന്ന വസ്തുവിൻ്റെ ആധാരം എടുക്കുന്നതിനുള്ള സാമ്പത്തികം കിട്ടാൻ, സായി ദക്ഷിണ അശോക്, സായി ഹരേ മണ്ണാറശാല ഹരിപ്പാട് മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയുവാൻ, നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. മെയ് 5, 2024 നടക്കുന്ന നീറ്റ് എക്സാമിന് ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടുവാൻ, ലിവിൽ കുറുപ്പശ്ശേരി ഞാറയ്ക്കൽ അതുലിന് ന്യൂസിലൻഡിൽ സ്റ്റഡി വിസ ലഭിക്കുന്നതിന്, അതുലിക്ക് MBBS അഡ്മിഷൻ ലഭിക്കുന്നതിന്, ഭർത്താവിന് ജോലി തിരികെ ലഭിക്കുന്നതിന്, കേസിൽ നിന്നും പൂർണ്ണമായ മുക്തി കിട്ടുന്നതിന്, ലീന ജോർജ് കല്ലത്ത് ഹൗസ് ബാംഗ്ലൂർ ഭവനം ലഭിക്കാനും സാമ്പത്തികം ഉണ്ടാകുവാനും, റേച്ചലിനും ദാനിയലിനും ഉന്നത മാർക്കും ഉന്നത വിദ്യാഭ്യാസം കിട്ടുവാനും, ലീനയുടെയും റോയിയുടെയും തൊഴിൽ പുരോഗതി പ്രശ്നങ്ങൾ മാറുവാൻ, റീബ ഐപ്പൻ മന്നാശ്ശേരിൽ കരുവാറ്റ നീറ്റ് എക്സാം നല്ലതായി എഴുതുവാൻ, സിസ്റ്റർ റീജക്ക് +1 എക്സാമിന് ഫുൾ A+ കിട്ടുവാൻ, സിസ്റ്റർ ജിനിസിക്ക് 10th എക്സാമിൽ ഫുൾ A+ കിട്ടുവാനും, ചിന്നമ്മ USA അനുജത്തിയുടെ പങ്കാളിക്ക് സ്ട്രോക്ക് വന്നു സൗഖ്യം ലഭിക്കുവാൻ, കാലിന് മറ്റു രോഗാവസ്ഥയ്ക്കും സൗഖ്യം കിട്ടും, ചിന്നമ്മയുടെ കാലിനും മറ്റും എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം കിട്ടുവാൻ, മക്കളെല്ലാവരും ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തിൽ വളരുവാൻ, ജോയിച്ചൻ USA മക്കളുടെ ഭാവി സുരക്ഷിതമാകുവാൻ, സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഉചിതമായ തീരുമാനം ഉണ്ടാകുവാൻ, ഫിലിപ്പ് USA വ്യവസായത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, കുടുംബ സമാധാനം ലഭിക്കുവാൻ, മക്കളുടെ ഭാവി സുരക്ഷിതമാകുവാൻ, ജോൺസി ജോർജ് എറണാകുളം
മോന് ഒരു വിവാഹമുണ്ടാകാൻ പങ്കാളിയുടെ ശരീര സൗഖ്യത്തിന് മകൾ ആനിയെ അനുഗ്രഹിക്കുവാൻ. റൈൻസ തൃശ്ശൂർ ജൂൺ 1 OET എക്സാമിന് വിജയം കിട്ടുവാൻ. സാറിനെയും മാഡത്തെയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ. ദൈവഹിതം നിന്നിൽ നിറവേറ്റുവാൻ. അനുജിത്തിയുടെ വിവാഹം നടക്കുവാൻ. അച്ചായന് രോഗസൗഖ്യം ഉണ്ടാകുവാൻ. ഷെല്ലി ജോയ് അഹമ്മദാബാദ് മകളുടെ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാൻ. മകൻ ഷീൻ ജോയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ. സ്വന്തമായ ഒരു ഭവനം ലഭിക്കുവാൻ. ഷെൽസി ബാബു അഹമ്മദാബാദ് മകൾ അശ്വിനിയുടെ ഇന്നത്തെ റിസൾട്ടിൽ ഉന്നത വിജയം കിട്ടുവാൻ. കേരളത്തിലെ വീടും സ്ഥലവും വിറ്റ് അഹമ്മദാബാദിൽ സ്വന്തമായൊരു ഭവനം ഉണ്ടാകുവാൻ. സജന ഗുജറാത്ത് മകൾ ആകാശിന് ഈ മാസം 5, 15, 16, 17 നടക്കുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കാൻ. മകന് ഏറ്റവും യോജിച്ചത് ഇഷ്ടപ്പെട്ടതുമായ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ. മകന് നല്ല ആരോഗ്യം കൊടുക്കാൻ. നീന ജോൺസൺ പാല മകൻ കെവിന് MBBS ഫൈനൽ എക്സാമിന് ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാൻ. 92 വയസ്സായ എൻ്റെ പപ്പയെയും രോഗിയായ സഹോദരനെയും സംരക്ഷിക്കുവാൻ. സുനിൽ എന്ന എൻ്റെ സഹോദരൻ സുഖപ്പെടുവാൻ. ജെൻസി മോൾ ബെൻസൺ കുടുംബത്തിന് അനുഗ്രഹം കിട്ടാൻ. അനുവിന് റിച്ചുകുട്ടനും വിസ തടസ്സം മാറാൻ. നല്ല ഒരു ജോലി കിട്ടാനും. യേശുദാസിന് കുടുംബത്തിൻ്റെ അനുഗ്രഹം കിട്ടുവാൻ. ഷീബ തിരുവനന്തപുരം ഗോപികക്ക് നാളെ നടക്കുന്ന നീറ്റ് എക്സാമിൽ 1ാം റാങ്കോടെ പാസ്സായി 2024 തന്നെ MBBS കിട്ടുവാൻ. അമ്മയും തിരുക്കുമാരനും കൂടെ പോയി പരീക്ഷ എഴുതി കൊടുത്ത് പാസ്സാക്കുവാൻ. ഗീതിക്ക് SLC ഫുൾ A+ ലഭിക്കുവാൻ. വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് റാങ്കിൽ ലിസ്റ്റിൽ നിന്നും ഈ വർഷം തന്നെ ജോലി ലഭിക്കുവാൻ. സാൻഡ്രിയ അനിൽ എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി യൂററ്റൽ ജന്മനാ സ്ഥാനം തെറ്റിയാണ് ബ്ലാഡറിലുള്ളത്. അതെത്രയും വേഗം ഓപ്പറേഷൻ കൂടാതെ ശരിയാകാൻ അമ്മയുടെ ഇടപെടലുണ്ടാകുവാൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷ ചൊല്ലണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളുടെ വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വച്ച് വേദസാക്ഷികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കണ്ടെത്തി എന്ന് ധ്യാനിക്കാം. അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കൃപാവര മാതാവിൻ്റെ വിമലഹൃദയമടി ഈശോയ്ക്ക് സമർപ്പിക്കാം. അഞ്ചിത കോർത്തശ്ശേരി, എൻ്റെ ഭർത്താവിന് ലീവ് എക്സ്റ്റൻഷൻ കമ്പനി അപ്രൂവ് ചെയ്യാൻ എൻ്റെ മകളും ഭർത്താവും അതിന് ആയുസ്സും ആരോഗ്യവും സന്തോഷത്തോടെ ഇരിക്കുവാൻ വേണ്ടി, കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ചൊറിച്ചിൽ മാറാൻ, മിതിയ റാഫേൽ അത്തിപ്പൊഴി പള്ളിപ്പുറം നീറ്റ് എക്സാമിന് MBBS ഗവൺമെൻറ് സീറ്റിൽ ലഭിക്കുന്നതിന് വേണ്ടി, SSLC എക്സാമിന് ഫുൾ A+ ലഭിക്കുന്നതിന്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്, ലക്ഷ്മി ദേവി വെളിയിൽ കാട്ടൂർ നീറ്റ് പരീക്ഷ ഉന്നത വിജയം കേരളത്തിൽ അഡ്മിഷൻ കിട്ടുവാൻ ഒരു ഡോക്ടർ ആകുന്നതിന്, പുഷ്പ ബാലകൃഷ്ണൻ വെൺമണി എൻ്റെ മകളുടെ പരീക്ഷകളെല്ലാം പാസ്സാകുന്നതിന്, മകന് +2-ൽ നല്ല മാർക്ക് കിട്ടി നീറ്റ് എൻട്രൻസ് പാസ്സായി ഗവൺമെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ, എൻ്റെ ഭർത്താവ് ഒമാനിലെ പുതിയ ജോലിയുടെ ടിക്കറ്റും വിസയുമായി എത്രയും പെട്ടെന്ന് ലീവിന് നാട്ടിൽ വരാൻ വേണ്ടി, മിനി ജോയി പുത്തൂർ കാട്ടൂർ, എൻ്റെ മകൻ ജോവൽ നല്ലൊരു ജോലിക്ക് വേണ്ടി, എൻ്റെ മകൾ ജെയിൻ ജോയി നല്ലൊരു ജോലിക്ക് വേണ്ടി, മിനി ജോയി ഉറക്കം പൂർണ്ണമായി കിട്ടാനും തലയിലുള്ള വേദന മാറാനും, ഹരിത ടോമി കുമ്പളങ്ങി നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ, +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിക്കാൻ, സഹോദരൻ്റെ BTech പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ, സെലസ്റ്റിൻ സേവർ സാന്ദ്ര കെയെ നീറ്റ് എക്സാമിനേഷന് ഉന്നത വിജയം ലഭിക്കാൻ, ഭയം കൂടാതെ പരീക്ഷ എഴുതാൻ, അമ്മയിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടി. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം ഈശോയ്ക്ക് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ കൃപാസനത്തിലെ എല്ലാ വിവിധ ശുശ്രൂഷകളെ നമുക്ക് സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ആയുസ്സും ആരോഗ്യവും നിലനിൽപ്പിൻ്റെ വരവും ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ക്ലിൻ്റൺ അച്ഛനെ പ്രത്യേകം സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ വിവിധ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്ന വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ തുടങ്ങിയ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും ഇന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചവരെ എല്ലാവരെയും പുതുക്കി പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അതോടൊപ്പം സാക്ഷ്യം പറയാൻ വരുന്ന ഓരോ മക്കളെയും, അതുപോലെ തന്നെ ആ സാക്ഷ്യം പറയിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വൈദ്യർ ക്ലിൻ്റൺ അച്ഛൻ, ജിബിൻ അച്ഛൻ, അതുപോലെ തന്നെ ജോമോൾ സിസ്റ്റർ തുടങ്ങിയിട്ട് ഉള്ള ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം.
വിവിധ ശുശ്രൂഷകൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ കൗണ്ടറിലുള്ളവർ, അതുപോലെ തന്നെ കൗൺസിലേഴ്സ്, ഇവിടുത്തെ പാട്ട് ഗായക സംഘം, ജയേഷ്, അമ്പിളി തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും പരിശുദ്ധാമ്മയുടെ മുലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓഫീസിലുള്ള എല്ലാവരും, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, അതുപോലെ തന്നെ ഇവിടെ അൾത്താരയിൽ വന്ന് വിളക്ക് തിരികൊളുത്തി പ്രാർത്ഥിപ്പിക്കുന്ന ഓരോ ശുശ്രൂഷകരെ, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇതുകൂടാതെ ഇവിടുത്തെ സാംസ്കാരിക പൈതൃകം ആയിട്ടുള്ള ചവിട്ടുനാടകം, അതോടൊപ്പം പള്ളിത്തോടിൽ അവിടെ സാംസ്കാരിക രംഗങ്ങളുണ്ട്, വിവിധ പരിപാടികളുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ ഈ പരിശുദ്ധാമ്മയുടെ മുലഹൃദയം വഴി ഓരോന്നും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് വിവിധ ആത്മീയവും ഭൗതികപരമായ കാര്യങ്ങളിലുള്ള എഴുതുന്നതിനുള്ള വലിയ കൃപാവരം ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി പുസ്തകങ്ങൾ എഴുതി ഇനിയും ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി തുടർന്ന് എഴുതാനുള്ള കൃപാവരവും ശക്തിയും പരിശുദ്ധാത്മാവ് കൊടുക്കാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ഇപ്പോൾ ഈ ജപമാലയിൽ, അതായത് വണക്കമാസത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ കൃപാവരം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ 5-ാം ദിവ്യരഹസ്യം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, പാപികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം.
മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, ശ്രീഹന്മാരായ വിശുദ്ധ ഔസേപ്പ്, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാന്, ഞങ്ങളുടെ പിതാവായ മാർത്തോമായ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 4-ാം തീയതി ദൈവമാതാവിന് ലഭിച്ചിരിക്കുന്ന തിരുനാമം. ഒന്നാമത് മാതാവിൻ്റെ തിരുനാമം പരിശുദ്ധവും, രണ്ടാമത് മഹനീയവും, മൂന്നാമത് വണക്കത്തിന് യോഗ്യവുമായിരിക്കുന്നു. ആദ്യം ദൈവമാതാവ് പ്രാപിച്ചിരിക്കുന്ന മറിയം എന്ന നാമധേയത്തെക്കാൾ തൻ്റെ ഉന്നതിയും മഹിമയും വെളിപ്പെടുന്നതിന് തക്ക മറ്റൊരു നാമധേയവുമില്ല. ഈ തിരുനാമത്തിൻ്റെ അർത്ഥം സമുദ്രം, നക്ഷത്രം എന്നാകുന്നു. അതുകൊണ്ട് കന്യകാമറിയം കൊടുങ്കാറ്റടിക്കുന്ന സമുദ്രമായ ഈ ലോകത്തിലിരിക്കുന്നവർക്ക് പ്രകാശ കതിർ വീശുന്ന നക്ഷത്രവും ദീപസ്തംഭവുമായി എല്ലാവർക്കും മോക്ഷമാർഗം കാണിച്ചുകൊണ്ട് വിളങ്ങുന്നു. ഇതിനെപ്പറ്റി വിശുദ്ധ ബർണദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അപകടമുള്ള കടലായ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന നിർഭാഗ്യവാനായ മനുഷ്യ, വഴിപിണങ്ങി ഇതിൽ താണു പോകാതെ കരയേറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നക്ഷത്രമായ കന്യകാമറിയത്തിൽ നിന്റെ ദൃഷ്ടി വച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. പരീക്ഷ വരുന്ന സമയത്തിലും ആപത്തിൻ്റെ നേരത്തിലും കന്യകാമറിയത്തോട് അപേക്ഷിച്ചു കൊള്ളുക. അഹങ്കാരം, കോപം, മോഹം, സ്പർദ്ധ മുതലായ ദുർഗുണങ്ങൾ നിന്റെ ആത്മാവിൽ ജ്വലിച്ച് നീ പാപത്തിൽ വീഴാൻ തുടങ്ങുന്ന സമയത്ത് നക്ഷത്രമായ കന്യകാമറിയത്തിൽ ആശ്രയിക്കുക. ആ തിരുനാമം നിന്റെ ഹൃദയത്തിലും നാവിലും എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ നാഥയെ പിൻചെന്നാൽ വഴിതെറ്റിപ്പോകാതെയും ഈ അമ്മയോട് പ്രാർത്ഥിച്ചു വന്നാൽ നിരാശ ഉണ്ടാകാതെയും സുരക്ഷിതനായി മോക്ഷത്തിൽ നീ ചേരുമെന്നുള്ളത് നിശ്ചയമുള്ള കാര്യമാവുന്നു. രണ്ടാമത്, മറിയമെന്ന തിരുനാമത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം നാഥ, നായിക, രാജ്ഞി എന്നിങ്ങനെയാകുന്നു. ഈ നാഥ തനിക്ക് ലഭിച്ച ഉന്നതിയാലും യോഗ്യതയ്ക്കും തക്കവണ്ണം കൈക്കൊണ്ട സ്വാതന്ത്ര്യത്താലും ലോകത്തിൻ്റെ നാഥയായി, ദൈവദൂതന്മാരുടെ നായികയായി, മനുഷ്യഗണത്തിൻ്റെ ഉത്തമ രാജ്ഞിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനാലത്ര ജനങ്ങളും മഹോന്നതമായ ഈ നാമത്തിൽ ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു വരുന്നത്. പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങേ തിരുനാമത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിന് തക്കവണ്ണം ലോകത്തിൽ അങ്ങ് അത്യധികം പ്രതാപം പ്രാപിച്ചുകൊണ്ട് പിശാചുക്കളെ ഭയപ്പെടുത്തി ഭൂലോകത്തിൽ അങ്ങേ തിരുനാമം എല്ലാവരാലും ബഹുമാനിക്കപ്പെടട്ടെ. സർവേശ്വരനെ ഒഴിച്ച് മറ്റുള്ള സർവത്തെയും വിശേഷാൽ ഞങ്ങളുടെ മനസ്സിനെയും അങ്ങ് രാജ്ഞിയായി വാണു നടത്തി. ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ സഹായവും, ബലഹീനതയിൽ ശക്തിയും, അന്ധകാരത്തിൽ പ്രകാശവും, മരണസമയത്തിൽ ഉറപ്പുള്ള ശരണവുമായിരിക്കണമേ. മൂന്നാമത്, വിശുദ്ധ ഫ്രാൻസിസ്കോസ് എന്ന ദേഹം പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കിക്കൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്നതായത് അങ്ങേ തിരുക്കുമാരൻ്റെ ആരാധനായോഗ്യമായ ഈശോ എന്ന തിരുനാമം ഒഴികെ അങ്ങ് കൈക്കൊണ്ടിരിക്കുന്ന മറിയം എന്ന നാമമല്ലാതെ മനുഷ്യർക്ക് വരപ്രസാദങ്ങളും ആശയും സന്തോഷവും അധികമായി നൽകുന്ന നാമം വേറൊന്നില്ല. വിശുദ്ധ ബൊനവെന്തൂര ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ കന്യകാമറിയമേ, അങ്ങേ തിരുനാമം വണങ്ങി സ്നേഹിക്കുന്നവൻ ഭാഗ്യവാനായി ആശ്വാസം പ്രാപിക്കുകയും സൽക്രിയകൾ ചെയ്തുകൊണ്ട് വരികയും ചെയ്യും. അതിനാൽ ഈ ഉന്നത നാമം ചൊല്ലുന്നവന് ആശ്വാസം വരാതിരിക്കില്ല. ആ തിരുനാമം കേട്ടാൽ പിശാച് നടുങ്ങി വിറയ്ക്കുകയും അവൻ്റെ പരീക്ഷയൊക്കെയും നീങ്ങിപ്പോവുകയും ചെയ്യും. പരീക്ഷ നേരിടുന്ന നേരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തോട് സഹായം അപേക്ഷിക്കാത്തതിനാൽ അത്രേ നിങ്ങൾ പാപത്തിൽ വീഴാൻ ഇടവരുന്നതെന്നറിഞ്ഞ് ഇനിമേൽ അതിൽ വണ്ണമുള്ള തിന്മകൾക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം പരീക്ഷാ സമയത്തിൽ ദൈവമാതാവിൻ്റെ സഹായം അപേക്ഷിക്കണം. ആ മാതാവ് നിങ്ങളുടെ ശത്രുവിനെ ഓടിച്ച് നിങ്ങളെ കാത്തു പരിപാലിക്കുമെന്നതിൽ തെല്ലും സംശയമില്ല. ദൃഷ്ടാന്തം: ഒരു വറ്റാത്ത ഉറവയിൽ നിന്ന് നല്ല ജലം ധാരാളമായി ഒഴുകി വരുന്നത് പോലെ
പരിശുദ്ധ കന്യയോടുള്ള സ്ഥിരമായ ഭക്തിവിശ്വാസങ്ങൾ മൂലം ആ പരിശുദ്ധ മാതാവിൽ നിന്ന് എല്ലാ ആത്മീയ നന്മകളും സമ്പൂർണമാമണ്ണം ഒഴുകി വരുന്നു. ഈ സത്യം തെളിയിക്കുന്ന എണ്ണമില്ലാത്ത അത്ഭുതങ്ങളിൽ വച്ച് കൊർസീൻ എന്ന ഉപനാമമുള്ള ശുദ്ധ അന്ത്രയോസ് മനസ്സ് തിരിഞ്ഞ വർത്തമാനം തിരഞ്ഞെടുത്ത് ഇവിടെ ചേർക്കുന്നു. വിശുദ്ധ അന്ത്രയോസ് പിറക്കുന്നതിന് മുമ്പിൽ അയാളുടെ മാതാപിതാക്കന്മാർ തങ്ങളിൽ നിന്ന് പിറക്കാനിരിക്കുന്ന കടിഞ്ഞൂൽ പുത്രനെ സർവേശ്വരന് കാഴ്ച കൊടുക്കുന്നുണ്ടെന്ന് നേർച്ച നേർന്നിരുന്നു. എന്നാൽ കടിഞ്ഞൂൽ പുത്രനായ പിറന്ന വിശുദ്ധ അന്ത്രയോസ് തൻ്റെ മാതാപിതാക്കന്മാരുടെ നേർച്ച ആദിയിൽ നിവർത്തിക്കാതെ ദുഷ്ടന്മാരായ സഖികളുമായി ചൂത് കളിച്ചുകൊണ്ടും ലോക പൗരുഷങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും നീചമായ ഭോഗസുഖാദികൾ അന്വേഷിച്ചുകൊണ്ടും നടന്നുവരികയും ഇങ്ങനെ ദുഷ്ടന്മാരിൽ അഗ്രഗണ്യനായി തീരുകയും ചെയ്തു. ഗുണവതിയായ മാതാവിൻ്റെ ഉപദേശങ്ങൾ അഹങ്കാരപൂർവ്വം അയാൾ പരിത്യജിച്ചിരുന്നു. തന്മൂലം അന്ത്രയോസിൻ്റെ അമ്മ അത്യധികം സങ്കടപ്പെടുകയും അയാൾ സൽസ്വഭാവിയാകാൻ ദൈവമാതാവിനോട് ഇടവിടാതെ പ്രാർത്ഥിച്ചു വരികയും ചെയ്തു. ഇങ്ങനെ ഏറിയ നാൾ ചെയ്തതിൻ്റെ ശേഷം പ്രാർത്ഥിച്ചു വന്ന കാര്യം സാധ്യമായി. ഒരു ദിവസം അന്ത്രയോസ് ഒരു വലിയ കളിക്ക് വട്ടം കൂട്ടുകയിൽ മാതാവ് കരഞ്ഞ് ഏറിയ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുകയായിരുന്നു. ദുഃഖ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ കുറേ നേരത്തേക്ക് വിചാരഭഗ്നയായി നിന്നുകൊണ്ട് മാതാവ് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകനെ, നിന്റെ പിറവിയുടെ തലേ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു ചെറിയ ചെന്നായെ പ്രസവിക്കുകയും അത് കർമ്മലസഭയിൽ പ്രവേശിച്ച് അത്ഭുതകരമായ ഒരാട്ടിൻകുട്ടിയായി തീരുകയും ചെയ്തു. ഇതാണ് എൻ്റെ സ്വപ്നം. ഇത് കാരണത്താൽ നിന്റെ പിതാവും ഞാനും ഈ തിന്മ വരാതിരിക്കാൻ വേണ്ടി നിന്നെ ദൈവമാതാവിനെ കാഴ്ച കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ടെന്തു പ്രയോജനം? ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ദുർനടപ്പിലും വലിയ ക്രൂരതയാലും ചെന്നായ്ക്ക് തുല്യനായിരിക്കുന്ന നിന്നെ പ്രസവിച്ചതു നിമിത്തം ഇടവിടാതെ ഞാൻ കരയുന്നു. എങ്കിലും നിന്റെ നല്ല നടപ്പുകൊണ്ടും ഭക്തി കൊണ്ടും നീ ഒരു കുഞ്ഞാടിനെ പോലെ ആയാൽ സന്തോഷത്തോടെ ഞാൻ മരിക്കും. ഈ വചനങ്ങൾ അസ്ത്രങ്ങൾ പോലെ അന്ത്രയോസിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞത് നിമിത്തം പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് തൻ്റെ മാതാവിനോട് പറഞ്ഞതായത്: എൻ്റെ അമ്മേ, ക്രൂരനായ ഒരു ചെന്നായെപ്പോലെ നടന്ന ഞാൻ സാധുശീലമുള്ള ഒരു കുഞ്ഞാട് പോലെ ആകുന്നതിന് മുമ്പിൽ അമ്മ മരിച്ചു പോകുകയില്ല. ഏറിയ നാൾ ആ ദുഷ്ടമൃഗത്തെ പോലെ ഞാൻ നടന്നു വന്നു. എന്നാൽ അമ്മ കണ്ട സ്വപ്നം നിറവേറിക്കാണുവാൻ ഇപ്പോൾ തന്നെ ഇടയാകും. എന്നെ ദൈവമാതാവിന് അമ്മ കാഴ്ച കൊടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. ഈ പരമനായികക്ക് ഞാനും എന്നെ തന്നെ കാഴ്ച കൊടുക്കുന്നതാണ്. എനിക്ക് വേണ്ടി ചെയ്ത അപേക്ഷ നിഷ്ഫലമായി പോകയില്ലെന്ന് വിചാരിച്ച് അമ്മ സന്തോഷമായിരിക്കുക. ഞാൻ നിങ്ങളോട് ചെയ്ത ദ്രോഹത്തെയും വരുത്തിയ സങ്കടത്തെയും ക്ഷമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ അന്ത്രയോസ് ഈ ആശ്വാസജനകമായ വചനങ്ങൾ പറഞ്ഞുടനെ പുറപ്പെട്ട് കർമ്മലസഭക്കാരുടെ ഒരു ദേവാലയത്തിലേക്ക് പോയി. പരിശുദ്ധ കന്യകയുടെ പീഠത്തിന് മുമ്പാകെ സാഷ്ടാംഗമായി വീണ് തൻ്റെ സർവേശ്വരനും ദൈവമാതാവിനും ബലിയായി കാഴ്ച കൊടുത്തു. ആ ക്ഷണത്തിൽ തന്നെ ദൈവകൃപയാൽ വേറെ ഒരു മനുഷ്യനായി ആ സന്യാസ സഭയിൽ ചേരുന്നതാണെന്ന് സ്ഥിരപ്രതിജ്ഞ ചെയ്യുകയും അപ്രകാരം അതിൽ പ്രവേശിച്ച് കഠിന തപസ്സുകൾ ചെയ്ത് ഗുരുപ്പട്ടവുമേറ്റ് ഒടുവിൽ ഏറ്റവും കീർത്തിമാനായ ഒരു മെത്രാനാവുകയും ചെയ്തു. ഇദ്ദേഹം ആയുഷ്കാലമൊക്കെയും ദൈവമാതാവിനെ അത്യന്തം ഭക്തിയോടെ സേവിച്ച് തന്നെ ദിവ്യമാതാവിൻ്റെ ദാസനെന്ന് വിളിക്കണമെന്ന് അപേക്ഷിച്ചു വന്നു. നാം എല്ലാവരും ഈ മഹാപുണ്യാത്മാവിനെ പോലെ നമ്മെ മുഴുവനും ദൈവമാതാവിന് കാഴ്ച കൊടുക്കണം. ജപം. അത്യന്ത സ്നേഹത്തിന് യോഗ്യയായ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളൊക്കെയും നിന്റെ തിരുക്കുമാരനായ ഈശോമിശിഹായെ പൂർണ്ണമായി സ്നേഹിച്ച് പരലോകത്തിൽ എന്നേക്കും ആ ദിവ്യരാജനെ വാഴ്ത്തി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ.
എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാരസഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നെ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ക ഞാൻ അടുത്തു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന് മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേൾക്കണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചോളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. മറിയമേ, നിനക്ക് പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീര സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. മറിയമേ, നിനക്ക് സുസ്തി, മറിയമേ, നിനക്ക് സ്വസ്തി, നാഥേ, നിനക്ക് സുസ്തി, നാഥേ, നിനക്ക് സ്വസ്തി, സമുദ്രധാരമേ, നിനക്ക് സുസ്തി. സമുദ്രധാരമേ, നിനക്ക് സ്വസ്തി.
മറിയമേ നിനക്ക് സ്വസ്തി, മറിയമേ നിനക്ക് സ്വസ്തി, നാഥേ നിനക്ക് സ്വസ്തി, നാഥേ നിനക്ക് സ്വസ്തി, സമുദ്രതാരമേ നിനക്ക് സ്വസ്തി, സമുദ്രതാരമേ നിനക്ക് സ്വസ്തി, മറിയമേ നിനക്ക് സ്വസ്തി, മറിയമേ നിനക്ക് സ്വസ്തി, നാഥേ നിനക്ക് സ്വസ്തി, നാഥേ നിനക്ക് സ്വസ്തി, സമുദ്രതാരമേ നിനക്ക് സ്വസ്തി. സമുദ്രതാരമേ നിനക്ക് സ്വസ്തി. സൽക്രിയ. സെമിത്തേരിയിൽ പോയി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർലോകത്തിൻ ദ്വാരകമേ പുലർകാല
പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ. പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ. പ്രാർത്ഥന കേൾക്കേണമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ